ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുവാൻ പോകുന്നത് കടലിൻ്റെ മക്കളുടെ ജീവിതമാണ്. കാറ്റും കോളും തിരമാലകളും നിറഞ്ഞിരിക്കുന്ന അവരുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും അവരെ നടത്തിയിരിക്കുന്ന വഴികളും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. UAE വടക്കൻ എമിറേറ്റായ റാസൽ ഖൈമ പാറകൾ കൊണ്ട് പർവ്വതങ്ങൾ തീർക്കപ്പെട്ട പ്രദേശമാണ്. ഒരു ശില്പി കൊത്തിയെടുത്തതുപോലെ അലങ്കൃതമാണ് ഈ പാറനിരകൾ. ഇങ്ങനെ 3 വശവും മലനിരകളും, ഒരു വശം മനോഹരമായ കടലും നിറയെ മത്സ്യങ്ങൾ. ഇവിടെ മത്സ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവമാണ്. പ്രത്യേകമായി പ്രവാസികൾക്ക് തീരെ വില കുറച്ച് കിട്ടുന്ന സാധാരണ മത്സ്യങ്ങൾ ഇവിടെ നിന്നും ഇഷ്ടം പോലെ വാങ്ങാൻ കഴിയും. പകലന്തിയോളം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് കടലിനോട് മല്ലിടുന്ന ഒരു പറ്റം മുക്കുവരെയാണ് നാം ഇവിടെ കാണുന്നത്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നവർ, പ്രത്യേകിച്ച് തിരുവനന്തപുരം പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആയിരക്കണക്കിന് മുക്കുവർ, അവർ ഇവിടെ എല്ലാ എമിറേറ്റുകളിലുമായി ജോലി ചെയ്യുന്നു. അവർക്ക് മാതാവും ഈശോയും കടലിൽ കൂട്ടുണ്ട് എന്നവർ ധൈര്യത്തോടെ പറയുന്നു. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കാറ്റിലും കോളിലും അവർ നടുക്കടലിൽ ഉറക്കെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പലപ്പോഴും അവരെ ദൈവം കാത്ത അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ കടലിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ കോളാറൊക്കെ ഉണ്ടാവും. കാറ്റും കോളാറൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കും. രാവിലെ 5:30 പോകും. പോയിട്ട് 1 മണിക്കോ 2 മണിക്കോ ആകുമ്പോൾ വരും. പണി കണ്ടതേ ഉള്ളു. ലോകം മുഴുവനുള്ള ഷാലോം പ്രേക്ഷകരെ, യേശു ഏറ്റവും സ്നേഹിച്ച, യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി വിളിച്ച, സഭയുടെ പാറയായി ഉയർത്തിയ പത്രോസിൻ്റെ അനുയായികൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ മുക്കുവന്മാരായിരുന്നു. തിബേരിയൂസിൻ്റെ കടൽ തീരത്തോടെ യേശു നടന്നപ്പോൾ പണ്ഡിതരെയോ നിയമജ്ഞരെയോ ഫരിസേയരെയൊക്കെ ഉപരി യേശു കൂടെ കൊണ്ടു നടന്നത് പാവപ്പെട്ട മുക്കുവന്മാരെയായിരുന്നു. അവർക്കറിയാമായിരുന്നത് ഒരേ ഒരു കാര്യമാണ്, ഈശോയെ സ്നേഹിക്കുക, യേശു പറഞ്ഞ കാര്യം വിശ്വസിക്കുക, വലയും വഞ്ചിയും ഉപേക്ഷിച്ച് യേശുവിനോടൊപ്പമാകുക.
അതുപോലെ തന്നെ ആ യേശുവിനെ മാത്രം വിശ്വസിച്ച് ആശ്രയിച്ച് UAE റാസൽ ഖൈമ എന്ന എമിറേറ്റിലെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുക്കുവ വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തെ പ്രതിനിധീകരിച്ച് 3 പേരെയാണ് ഇന്ന് ഞാൻ പുറപ്പാടിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇവരെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം. ആദ്യം ബെന്നി. ബെന്നി എവിടെയാണ് നാട്? ഞാൻ തിരുവനന്തപുരത്ത് പൂന്തറയിൽ ആരൊക്കെയുണ്ട് ബെന്നിയുടെ വീട്ടിൽ? വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, വൈഫുണ്ട്, അച്ഛങ്ങളുണ്ട്, 2 കുട്ടികളുണ്ട്. എത്ര നാളായി ബെന്നി ഇവിടെ വന്നിട്ട് 15 വർഷമായി. 15 വർഷം. എങ്ങനെ ജീവിതത്തിന്റെ പ്രാരാബ്ദം കൊണ്ടാണോ അത് എന്താണ് വരാനുള്ള സാധ്യത? ജീവിതത്തിന്റെ പ്രാരാബ്ദം കൊണ്ടാണ്. വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു. 5 അനിയത്തിമാരായിരുന്നു. അവരെയൊക്കെ കെട്ടിച്ചയക്കണം. പിന്നെ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു വിസ കിട്ടി ഇവിടെ റാസൽഖൈമയിലെത്തി. ഫസ്റ്റിൽ വന്നപ്പോൾ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളായിരുന്നു. പിന്നെ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവം ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തന്നു. നല്ലൊരു സ്പോൺസറിനെ തന്നു. അങ്ങനെ ഇപ്പം ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടെ ദൈവകൃപയിൽ അങ്ങനെ പോകുന്നു. ഓക്കെ. അടുത്തതായിട്ട് ഗിൽബർട്ട് ചേട്ടനാണ്. ഗിൽബർട്ട് ചേട്ടൻ എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഞാൻ വന്നിട്ട് ഇന്ന് 29 വർഷമായി. ഏതാണ് നാട്? എൻ്റെ സ്വദേശം വന്നിട്ട് ട്രിവാൻഡ്രം പൂന്തറയാണ്. അവിടെ ആരൊക്കെയുണ്ട്? കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും മരിച്ചുപോയി. ഇപ്പോഴും ഭാര്യയും 3 മക്കളും ഉണ്ട്. പിന്നെ സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങൾ എത്ര പേരുണ്ട്? എൻ്റെ ഒരു ലാസ്റ്റ് അനിയൻ അച്ഛനാണ്. ഏത് പള്ളിയിലാണ്? ഡൈസസിന്റെ തിരുവനന്തപുരം രൂപതയുടെ. 3-4 എൻ്റെ നേരെ മൂത്ത ചേട്ടൻ മരിച്ചുപോയി. ഇവിടെ വന്നപ്പോൾ 10-26 വർഷം മുമ്പ് ഒരു എന്ത് അനുഭവമായിരുന്നു സത്യത്തിൽ ഇവിടെ വന്ന്? ഈ വെള്ളത്തിലേക്കാണ് ആദ്യം തന്നെ ഇറങ്ങുന്നത്. മത്സ്യത്തിന്റെ ജോലി തന്നെയല്ലേ? ഫസ്റ്റിൽ ഞാൻ ഇവിടെ UAE വന്ന സമയത്ത് മീൻ പിടിക്കാൻ തന്നെയാണ് വന്നത്. മൊത്തത്തിൽ ഇന്നൊരു മീൻ തന്നെയാണ് പിടിക്കുന്നത്. വേറെ ഒരു ജോലി ഞാൻ ചെയ്തിട്ടില്ല. അത് ദൈവം എനിക്ക് ഏൽപ്പിച്ച ജോലിയാണത്. ദൈവം എനിക്ക് നൽകിയ ജോലി ഞാനത് ചെയ്ത് പൂർത്തിയാക്കണമെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ ഈ ജോലി എപ്പോഴും എന്നെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുമോ അത് ദൈവത്തിന് മാത്രം അറിയാം. അതുവരെ ഞാൻ എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് ശക്തി തരുകയാണെങ്കിൽ ഞാൻ ഈ എമിറേറ്റിലും ഉണ്ടാവും. ഫസ്റ്റിൽ ഞാൻ വന്ന സമയത്ത് ഇവിടെ പള്ളിയോ വേറെ ആൾക്കാരൊക്കെ ആരും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡെസ്മെൻറ്റിൻ്റെ ഒരു വീട്ടിലാണ്. ഞങ്ങളുടെ ഒരു സ്വദേശത്തുള്ള 10-300 പേരോളം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉള്ള വർഗീസ് പവറ പോലെയുള്ള കുറച്ച് സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മുകളിലൊക്കെ പണി ചെയ്യുന്നവർ. അപ്പോൾ ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ ചാർജ് ചെയ്യുന്ന ഒരു അച്ഛനെയൊക്കെ വിട്ട് അവിടെ മാറ്റൊക്കെ വിരിച്ച് ഒരു മാസത്തിലോ 2 ആഴ്ചയിലൊരിക്കലോ അങ്ങനെയെങ്കിലും ഒരു ദിവസം വന്ന് ചാർജ് ചെയ്യുന്ന അച്ഛൻ വന്ന് പൂജ മാസമൊക്കെ ചൊല്ലിത്തരും. പിന്നെ ഈ ഞങ്ങളുടെ ആൾക്കാരും മൊത്തത്തിലുള്ള എല്ലാ സഹോദരങ്ങളുടെയും ജനം കൂട്ടായ്മ കണ്ടിട്ട് പ്രാർത്ഥനയുടെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നക്കലിൽ ഒരു പള്ളി വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് വർഗീസ് ബ്രദറെ പോലെയുള്ള ആൾക്കാരൊക്കെ മുതിർന്നത്. നമുക്കൊന്നും അറിയാൻ പാടില്ലല്ലോ. അങ്ങനെ പള്ളി കെട്ടാൻ വേണ്ടിയിട്ട് ഡൊണേഷനൊക്കെ പിരിക്കണമെന്നൊക്കെ പറഞ്ഞ് മീൻ പിടിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ അടുത്ത് റാസൽ ഖൈമ, അബുദാബി എല്ലാ സഹോദരങ്ങളുടെ അടുത്ത് ഞങ്ങളാൾ കഴിഞ്ഞ് ഞങ്ങളുടെ വിയർപ്പിൻ്റെ ഒരു തുള്ളി വിയർപ്പെങ്കിലും ആ പള്ളിയിൽ ചേർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് വർഗീസാണ്. വർഗീസിന്റെ നാട് എവിടെയാണ്? തിരുവനന്തപുരം പൂന്തറയാണ്. അവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, വൈഫുണ്ട്, 2 കൊച്ചുങ്ങളുണ്ട്. എത്ര വർഷം ഇവിടെ വന്നിട്ട്? ഇപ്പോൾ 1 വർഷമായി. 1 വർഷമായി. അപ്പോൾ ഈ കടലും ഇതിന്റെ ജോലിയും അതുപോലെ തന്നെ നാട്ടില് മത്സ്യബന്ധനം തന്നെയാണ്, അവിടെ തന്നെയായിരുന്നു, ആ ജോലി തന്നെയായിരുന്നു. ഇവിടെ വന്നിട്ട് ഈ പള്ളിയോട് ചേർന്നൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയൊക്കെ വർഗീസിന് സമയം കണ്ടെത്താറുണ്ടോ? ഉണ്ട്. പ്രയറിനൊക്കെ പോകാറുണ്ട്? സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ തിരിച്ച് ഗിൽബർട്ട് ചേട്ടനിലേക്ക് വരികയാണ്. ഇതൊരു വലിയ സമൂഹത്തിനെ പ്രതിനിധീകരിച്ചാണ് ഗിൽബർട്ട് ചേട്ടൻ ഇപ്പം സംസാരിക്കുക. കാരണം നിങ്ങൾ സാധാരണക്കാരായ ജീവിതം നയിക്കുന്ന മനുഷ്യരാണ്. വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ, കാറ്റാണെങ്കിൽ കാറ്റ്, പ്രകൃതിയോട് ദൈവത്തെ മാത്രം ആശ്രയിച്ച് കടലിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്തില്ലാത്ത അവസ്ഥയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഈ സമയങ്ങളെല്ലാം ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കാമോ പ്രേക്ഷകരുമായിട്ട്? ഒരുപാട് ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെ കൈ പിടിച്ച് ഉയർത്തി വിട്ടതുപോലെ കാറ്റിൽ നിന്നും കോളിൽ നിന്നും ഒരുപാട് കൊടുങ്കാറ്റിൽ നിന്നും ദൈവം ഞങ്ങളെ ഒരുപാട് പ്രാവശ്യം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിയിട്ടുണ്ട് നടുക്കടലിൽ കിടന്നിട്ട്.
ഉൾക്കടലിൽ കിടന്നിട്ട് മാതാവിനോട് മുട്ടി വിളിച്ച് പ്രാർത്ഥിച്ച് ആ കടലിനെ ശാന്തമാക്കി. 2000-ലാണ്. അതൊരു പുതിയ ജീവിതം, അതായത് ഒരു പുതിയ ജീവിതം തന്നെയാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. 2000 ഉൾക്കടലിൽ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കോളാറുണ്ടായിരുന്നു. അങ്ങനെ ആ കോളാറിന് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കോളിനാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ജോലിയൊക്കെ നിർത്തിക്കൊണ്ട് അങ്ങനെ ബോട്ടൊക്കെ ഓടി വന്ന സമയത്ത് കാണാൻ ഒരു 5 മിനിറ്റ് ഓടിയില്ല, ഒരു ചുഴലിക്കാറ്റ് വന്ന് പിടിച്ച് കപ്പലൊക്കെ മുങ്ങിപ്പോയി. അപ്പം ഞങ്ങളെ ബോട്ടുകൾ എന്തുമാത്രം കഷ്ടം അനുഭവിച്ചതാണ്. പിന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്ന് എങ്ങനെയോ പ്രാർത്ഥിച്ച് നിലവിളി തന്നെ, ചുമ്മാ കരച്ചിലും മാതാവിൻ്റെ പ്രാർത്ഥനയും തന്നെ മൊത്തത്തിൽ. പരിശുദ്ധ അമ്മ വന്ന്, പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ കരയ്ക്ക് എത്തിയതും. അങ്ങനെ ഒരുപാട് ആപത്തുകളിലൊക്കെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയാൻ പറ്റുക, ആഴിയുടെ അഗാധങ്ങളിലേക്ക്, ആഴിയുടെ അലകളിലേക്ക് പോകുമ്പോൾ ദൈവം മാത്രമാണ് ഇവർക്ക് സഹായമുള്ളത്. ഒരുപക്ഷെ മരണം എല്ലായിടത്തും പതിയിരിക്കുന്നുണ്ട്. എന്നാൽ മരണം മുന്നിൽ കണ്ടുകൊണ്ട് സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ട ഇവർക്ക് പരിശുദ്ധ കന്യാമറിയും സകല വിശുദ്ധരും നമ്മുടെ പ്രാർത്ഥനകളുമാണ് അവരെ സഹായിക്കുന്നതെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഗിൽബർട്ട് ചേട്ടാ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ എങ്ങനെ പ്രാർത്ഥനാ ടൈം നിങ്ങൾക്ക് എങ്ങനെ സമയം കിട്ടുന്നു ഇത് പ്രാർത്ഥനയ്ക്ക് കണ്ടെത്താൻ? ആദ്യമൊക്കെ വർക്കീസ് ബ്രദറൊക്കെ വരും ഇവിടെ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം പ്രാർത്ഥന ചെല്ലാനൊക്കെ വരും. ഇപ്പോഴ് സാഹചര്യ ബുദ്ധിമുട്ടുകളുകൊണ്ടും അസൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ നിർത്തി വെച്ചിരിക്കുന്നു. ആരും വരുന്നില്ല. ഞങ്ങൾ പിന്നെ റൂമിലൊക്കെ നമ്മളാൽ കഴിയേണ്ട വിധം മറ്റേ ഒറ്റയ്ക്കിരുന്ന് മറ്റേ ശാലോം ചാനൽ കാണും. ശാലോം 5:30, ഇവിടുത്തെ 5:30 കൊന്ത തുടങ്ങും. അപ്പം ഞാനും കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. പിന്നെ സന്തോഷ് ബ്രദറിൻ്റെയും മറ്റേ ഡോക്ടർ ജോണിൻ്റെയും എല്ലാവരുടെയും എല്ലാ ശുശ്രൂഷ പരിപാടി ധ്യാനങ്ങളും. ശാലോം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന. ഇപ്പോഴും എൻ്റെ റൂമിൽ TV ഞാൻ ഓണാക്കിയിട്ടിട്ട് തന്നെ വരും. ഞാൻ എവിടെ പോയാലും TV ഓണാക്കിയിട്ടിട്ട് തന്നെ പോകും. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ ഭവനത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കും. ബെന്നിക്ക് ഈശോ സംരക്ഷിക്കുന്ന അനുഭവങ്ങൾ ഈ ജീവിതത്തിന്റെ അകത്ത് എടുത്തു പറയാൻ നോക്കിയുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ കടലിൽ പണിക്ക് പോയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതെല്ലാത്തിനും ദൈവം നമ്മളെ രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ദൈവം ഉയർത്തി. ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ ദൈവകൃപ കൊണ്ട് ആ സാമ്പത്തികളൊക്കെ മാറ്റി തന്നു. കഷ്ടതകളും ദുഃഖങ്ങളും എല്ലാം മാറ്റി തന്നു. ഇപ്പൊ സന്തോഷമായിട്ട് പോകുന്നു. എല്ലാം ദൈവകൃപ കൊണ്ട് മാത്രം. അതുപോലെ തന്നെ വർഗീസിനും കാണും അപകടങ്ങളിൽ നിന്ന് ദൈവം രക്ഷിക്കുന്ന പ്രത്യേകമായ ഇൻസിഡന്റ് ഒരുപാട് പ്രാവശ്യം ഇതുപോലെ കടലിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ദൈവമേ ഇതുപോലെ ഉള്ള ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടു വരും. പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വിളിച്ച് അങ്ങനെ പറയും, സംസാരിച്ച് അങ്ങനെയുള്ള പ്രാർത്ഥിക്കാൻ പറയും മറ്റുള്ളവരോട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രതിസന്ധികളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ മറ്റുള്ളവരോട് പറയുന്നുണ്ട്. കാറ്റും കോളും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ പോവുകയാണ്, നിങ്ങൾ നാട്ടിലൊക്കെ വിളിച്ച് പറയുമോ പ്രാർത്ഥിക്കണം, വർക്കിന് പോവുകയാണ്? അങ്ങനെ വൈഫിന്റെ അടുത്തെല്ലാം വിളിച്ച് പറയും പ്രാർത്ഥിക്കണം ദൈവത്തോട്. അതെ, അവരോട് പ്രാർത്ഥിക്കും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ബലം, ആ ഒരു ബലത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബലം അതാണല്ലോ. അതെ. അതുപോലെ തന്നെ വളരെ മാനസികമായ ബുദ്ധിമുട്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് വീടുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ കടലിൽ പോയാൽ രാത്രിയിലായിരിക്കും വരുന്നത്. എല്ലാവരുടെയും കണക്കൊരു ഫ്രീ ടൈം മിണ്ടാൻ ചിലപ്പം പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ സമയത്ത് കാണാൻ പറ്റുന്നില്ല, നാട്ടിൽ പോകുന്നത് വളരെ ചുരുക്കമായിരിക്കും. ഇതിൻ്റെയൊക്കെ ആ വേദനകളിലൊക്കെ നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഗിൽബർട്ട് ചേട്ടാ പറയും. ഇത് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കിത് വേദനയായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നിറവേറ്റി തരികയാണ്. ഞങ്ങൾ ഇന്ന് പോകണമെന്ന് പറഞ്ഞാലും ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സ്പോൺസറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഉടനെ പാസ്പോർട്ട് വരും, ടിക്കറ്റ് തരും, ഞങ്ങൾ ഉടനെ പോകും. 1 മാസം 2 മാസം നിൽക്കും, തിരിച്ചു വരും, ഇനി 2-3 മാസം നിൽക്കും, ഇനിയും പോകും. അങ്ങനെ വേദനയായിട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയതിൽ ഏറ്റവും നല്ല ഒരു ജോലിയും നല്ല ഒരു സുഖമായിട്ടുള്ള ഒരു ജോലിയും യേശു ഞങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനാണ്. അത് തന്നെ ദൈവം ഞങ്ങൾക്ക് ഏൽപ്പിച്ച ജോലിയാണിത്.
ആ ജോലി ഞങ്ങളുടെ മരണം വരെ ദൈവത്തിന്റെ മുമ്പിൽ ചെയ്ത് അല്ല, പൂർത്തിയാക്കും. നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? ഈശോയുടെ കൂടെ നടന്നതെല്ലാം, ഈശോ ഏറ്റവും സ്നേഹിച്ചതും ഈശോയുടെ വചനം കേട്ട് കൂടെ നടന്നതും ഒന്നിച്ച് കിടന്നതും എല്ലാം മുക്കുവന്മാരാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിളിയാണ്, ഞങ്ങളുടെ കോളിങ് ഒരു ഏറ്റവും സുന്ദരമായ കോളിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ട്. ഉണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയും ഈശോയെ പത്രോസോ അല്ലെങ്കിൽ യാക്കോബോ യോഹന യേശുവിന്റെ ശിഷ്യന്മാർ കൊടുത്ത പോലെ തന്നെ ഈശോയെ മറ്റുള്ളവരിലേക്ക് കൊടുക്കണം എന്നൊരു ബോധ്യം നിങ്ങൾ എങ്ങനെ, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ വേദനിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞങ്ങൾ പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ അടുത്തൊക്കെ വരാറുണ്ടോ ഇങ്ങനെ? വരും. എന്തെങ്കിലും ആവശ്യമായിട്ടോ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുമ്പോഴൊക്കെ നമ്മളോടൊക്കെ വരും. നമ്മളാൽ കഴിയുന്നത് ദൈവത്തിൻ്റെ എപ്പോഴും പ്രാർത്ഥിക്കും. അമ്മേ മാതാവേ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അവരുടെ സാമ്പത്തികപരമായിട്ടോ അവർക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളോട് വരികയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടിയോ അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ വേണ്ടിയോ പരിശുദ്ധ അമ്മേ നമുക്ക് കഴിവ് തരണമേ. കാരണം ഞങ്ങളെല്ലാവരും പാവപ്പെട്ടവരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അപ്പം അതുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് ഒരു കുറവും വയ്ക്കരുത്. എല്ലാവർക്കും വേണ്ട അനുഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട്, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തെയാണ് തോന്നുന്നു ഏറ്റവും വലിയ ഇഷ്ടം നിങ്ങൾക്കല്ലേ? മാതാവിനോടാണ് തോന്നുന്നു ഏറ്റവും, ഈ പറഞ്ഞതിലെല്ലാം മാതാവിന് വലിയ സ്നേഹമാണ്. എല്ലാവർക്കും മാതാവിനോട് തന്നെയാണ്. പക്ഷെ ഞാൻ എല്ലാവർക്കും മാതാവിനോടെയാണ്. ഞാനെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടൈപ്പാണ്. മാതാവിന്റെ ഒരു എല്ലാരും മാതാവിന്റെ മക്കളാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു മാതാവിന്റെ. ഈയിടെ ഞാൻ നിങ്ങളുടെ ആ പ്രദേശത്ത് ഒരു ധ്യാനത്തിന് വേണ്ടി ഒരു വലിയതുറ എന്ന് പറഞ്ഞ പ്രദേശത്ത് പോയപ്പോൾ അവർ പറഞ്ഞു, അവർ വലിയ സുനാമി പ്രോബ്ലം ഒക്കെ ഉണ്ടായ സമയത്ത് അവരുടെ ആ പ്രദേശത്തെ സംരക്ഷിച്ച അന്തോണീസ് പുണ്യവാളൻ നിൽക്കുന്നതായിട്ട് അവർ കണ്ടു. സുനാമീനെ തടഞ്ഞു നിർത്തുന്ന ഒരു അനുഭവം അവർ കണ്ടു എന്ന് എന്നോടൊരു സാക്ഷി അവർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധരുടെ എല്ലാ സംരക്ഷണവും ഈശോയുടെ വലിയ സ്നേഹവും ആ കരുതലും ഒരു തിരമാല മതി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ വേണ്ടി. അവിടുന്ന് സംരക്ഷിക്കുന്ന ഒരു വലിയ സ്നേഹം എന്നും അനുഭവിക്കാൻ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ, അല്ലേ? ഒത്തിരി സമ്പത്തൊന്നും ഇല്ലേലും ക്രിസ്തു നിങ്ങളുടെ ഉണ്ട്. വേളാങ്കണ്ണിയിലൊക്കെയാണെന്ന് പറഞ്ഞാൽ കടലും എത്രയോ ദൂരത്താണ് കിടക്കുന്നത്. പള്ളി എന്ന് പറയുമ്പോൾ എത്രയോ ദൂരത്താണ് കിടക്കുന്നത്. അന്ന് ഒരു ദിവസമാണ് സുനാമി എടുത്തിട്ടുള്ളത്. അന്ന് എല്ലാ സ്ഥലത്തും എടുത്ത്. പക്ഷെ ഞങ്ങളുടെ പാവപ്പെട്ട തീരദേശത്ത് ഞങ്ങൾക്ക് വിശുദ്ധനായിട്ട് തോമസ് ലീഹയാണ്. കടലും വീടും എല്ലാം നമുക്കെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അന്ന് ഒരു ഇല പോലും അന്ന് ചലച്ചിട്ടില്ല. ബെന്നിയോടാണ് വീണ്ടും ചോദ്യം. ബെന്നിയുടെ ജീവിതത്തിൽ ആ ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി ഒരു തീരുമാനം, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ബെന്നി ശ്രമിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്? പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും, അല്ലെങ്കിൽ ചിലപ്പം മനസ്സുകൊണ്ട് തകർന്ന ഒരാൾ നമ്മുടെ അടുത്ത് വരിക, അങ്ങനെയൊക്കെ പ്രതിസന്ധിയായിട്ട് കടന്നു വരുന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ ആശ്വസിപ്പിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ ദൈവകൃപ കൊണ്ട് പ്രാർത്ഥനയിലൂടെ മാറ്റണം. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ അവർക്ക് സഹായിക്കുക. അതിന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. ദുശീലങ്ങളും കൊണ്ടൊക്കെ മദ്യപാനമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്, കുടിക്കരുത്, ദൈവത്തെ വിളിക്കുക. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മദ്യപാനം മാറിപ്പോവും. നമ്മൾ ദൈവകൃപയിലൂടെ പ്രാർത്ഥിച്ച് ദൈവ അനുഭവങ്ങൾ അറിയുമ്പോൾ മദ്യപാനം താനെ മാറിപ്പോവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. ദൈവകൃപയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഒരുപാട് പള്ളിയിൽ പോകുമ്പോൾ ചിലർ വരാതിരിക്കുമ്പോൾ പള്ളിയിൽ പോവാം. അങ്ങനെ ദൈവത്തെ വിളിക്കുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറും. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സങ്കടങ്ങൾ മാറും. ദൈവം എല്ലാം മാറ്റിത്തരും. എല്ലാത്തിനും ദൈവം കൂടെ ഉണ്ടാവും. എല്ലാം നമ്മുടെ ശക്തി ദൈവമാണല്ലോ. നമ്മുടെ ശക്തി ദൈവം. നമ്മളെ വിളിച്ച് അവിടെ നിന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം ദൈവം മാറ്റിത്തരും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പറയുന്നതിനേക്കാളും അവരുടെ സാധാരണക്കാരായുള്ള ഭാഷ ലളിതമാണ്. അവർക്ക് വലിയ ലാംഗ്വേജ് ഇല്ല. പക്ഷേ ദൈവം എന്നെ നടത്തും, ഒരുത്തൻ പ്രതിസന്ധിയായിട്ട് വരുമ്പോൾ നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവർക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ കോടികൾ ബാങ്കിലുള്ള ഒരാൾക്ക് ആ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഈ ബെന്നി പറഞ്ഞ വാക്ക് പറയാൻ സാധിക്കില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഗിൽബർട്ട് ചേട്ടൻ്റെ അടുത്ത് ഒരു പക്ഷേ തകർന്ന മനുഷ്യർ വന്നിട്ട് കാണും. ഈ ജോലിയിൽ തന്നെ മദ്യപാനവും അതുപോലെ തന്നെ വളരെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തികളും കാണും. ഇവരെയൊക്കെ ആ ഈശോയിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഒരാളെയെങ്കിലും? ഒരുപാട് പേരെ ഞാൻ അങ്ങനെ പ്രാർത്ഥനയിൽ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും നമ്മുടെ ഒരു ബ്രദറുണ്ട്, വർഗീസ് ബ്രദർ എന്നറിയാം, മൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഒരുപാട് പേരെ അങ്ങനെ മദ്യപാനത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്, അങ്ങനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. പക്ഷെ അവർക്ക് പള്ളിയിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. പല സാഹചര്യത്തിലും അവർ പൈശാചിക ശക്തിയിലൊക്കെ വീണു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും
ഞങ്ങൾ അങ്ങോട്ടുള്ള ഒരു ഇത് വിടാതെ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ അവരെ തിരിച്ചു കൊണ്ടുവന്ന് പള്ളിയിലൊക്കെ കൊണ്ടുപോവുകയും പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയിലൊക്കെ കൊണ്ടുവരാനും എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടത്തക്ക രീതിയിൽ ഞങ്ങൾ അവർക്ക് ഈ മദ്യപാനവും പൈശാചിക ശക്തിയും ദുശീലന പ്രവൃത്തികളും ദുഷ്ടചിന്തനകളും എല്ലാം മറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ കൂടെ ഞങ്ങൾ അതെല്ലാം മാറ്റിക്കളയും. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കൂടുതൽ. അതാണ് വേണ്ടത്. ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ മക്കളുടെ ജോലിയും നമ്മുടെ മക്കളുടെ പഠനവും നമ്മുടെ ബാങ്ക് ഡിപ്പോസിറ്റ് മാത്രമല്ല, വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ തന്നെ വർഗീസ്, മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെള്ളം അടിക്കാനൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പറയും വെള്ളം അടിക്കണ്ട, നമുക്കിങ്ങനെ ധ്യാനം തുടങ്ങിയില്ല, ധ്യാനത്തിനൊക്കെ പോയി നല്ല കുട്ടികളായിട്ട് എല്ലാം മാറാം. അങ്ങനെ പള്ളിക്കാരൻ അതിൻ്റെ ദിശേനെ വിളിക്കുക, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഈ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ അടുത്ത് നമ്മുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം മാറ്റി, അങ്ങനെയുള്ള എൻ്റെ ബുദ്ധിമുട്ടും പറഞ്ഞ് അങ്ങനെയുള്ള കഷ്ടതീരത്തെല്ലാം എനിക്ക് മാറ്റി നിർത്തി ഞാൻ അങ്ങനെ ഈ ഇമ്രാത്ത് അങ്ങനെ വന്ന് കെട്ടി. ശരി, മറ്റുള്ള പലരും നമ്മുടെ ആ പ്രാർത്ഥനയിലുണ്ട് അല്ലേ? ഉണ്ട്. നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എല്ലാ എമിറേറ്റിലെയും മുക്കുവന്മാരെയൊക്കെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? അതായത് ലോകത്തിലുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാ രോഗികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. ഈ ദുനിയയിൽ ഏതെല്ലാം മനുഷ്യരുണ്ടോ അവരെല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും സകലവിധ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആകാശവാഹനത്തിൽ നിന്നും റോഡ് മാർഗം കടൽ മാർഗം എല്ലാം സഞ്ചരിക്കുന്ന എല്ലാ വാഹനത്തിലും കർത്താവേ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അവർക്ക് എല്ലാവിധ അനുഗ്രഹത്താൽ അവരുടെ ആപത്തുകളും അപകടങ്ങളെല്ലാം മാറ്റണമേ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. അതേപോലെ എല്ലാ സഹോദരങ്ങളും പ്രാർത്ഥിക്കും. അത് നമ്മുടെ നാട്ടിലെ താമസമാണെങ്കിൽ തന്നെ ഒരു പക്ഷേ തീരെ പ്രദേശത്തായിരിക്കും അല്ലേ? അങ്ങനെയുള്ള പള്ളിയും കടലും തീരത്താണ്. യേശു എങ്ങനെയാണ് വിശുദ്ധന്മാരെ കൊണ്ടുപോകുന്നത് അതുപോലെയാണ് ഞങ്ങളും കടൽ തീരത്ത് ചുറ്റോട് ചുറ്റും തന്നെ ഞങ്ങൾ പള്ളിയും വീടും സ്കൂളും എല്ലാം ഒരു ഭയവും ഇല്ല. ദൈവം കൂടെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് എന്തിനാ ഭയം? വലിയ ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ട് സമാധാനവും ഇല്ലാതെ ഉറങ്ങാൻ സാധിക്കാതെ ഭയത്തിൽ കഴിയുന്നവൻ സെക്യൂരിറ്റി ക്യാമറയും തോക്കുമായിട്ട് കിടക്കുന്നവർ അവർ പറയുന്നത് അവർക്ക് ഒരു പ്രശ്നവുമില്ല, ഇത് കടൽ തീരത്ത് അവർ എവിടെയെങ്കിലും കിടന്നുറങ്ങിക്കോളും. അവർക്ക് ഈ ഈശോ കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം അവരെ നയിക്കുന്നുണ്ട്. പിന്നെ ഇവർ ഇവിടെ പലപ്പോഴും വർഗീസ് എന്ന് പറയുന്ന ബ്രദർ ഇവിടുത്തെ ഇവരെ സഹായിക്കുന്ന ആളാണ്. ഇവരെ ട്രാൻസ്പോർട്ടേഷനെല്ലാം അറേഞ്ച് ചെയ്യുന്ന അല്ല ഇവരുടെ പ്രെയറൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആദ്യകാലം തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആ വലിയ സഹായമെല്ലാം ഇവരെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ മനുഷ്യരുടെ ലോകത്തിലെ എല്ലാ ഭാഗത്തും മുക്കുവന്മാരുണ്ട്, അത് നമുക്കറിയാലോ. ലോകമുള്ളിടത്തോളം കാലം മുക്കുവന്മാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഭയങ്കരമായ സുവിശേഷവൽക്കരണം ചെയ്യാൻ നിങ്ങളിലൂടെ കർത്താവിന് സാധിക്കും. അന്ന് കാണിച്ച പോലെ തന്നെ നിങ്ങളുടെ ഒരു ചങ്ങല തന്നെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും പ്രാർത്ഥന കൊണ്ട്. അപ്പോൾ നിങ്ങൾ അറിയുന്നിടത്തെല്ലാം ആ പ്രാർത്ഥനയുടെ ചങ്ങല സൃഷ്ടിച്ചാൽ വലിയ അത്ഭുതങ്ങൾ ക്രിസ്തു നിങ്ങളിലൂടെ, അന്ന് പത്രോസിലൂടെ ചെയ്തെങ്കിൽ ഇന്ന് നിങ്ങളിലൂടെ ചെയ്യാൻ പറ്റും. അന്ന് ഈശോയ്ക്ക് പത്രോസായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, ഇന്ന് നിങ്ങളാണ്. അപ്പൊ ആ ഒരു വലിയ ഒരു വലയം, ആ വലയത്തിൽ നിന്ന് മത്സ്യത്തെ പിടിക്കുന്നതോടൊപ്പം മനുഷ്യനെ പിടിക്കുന്നവരാക്കി ദൈവം നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നും പ്രാർത്ഥനയിൽ ലോകത്തെല്ലാമുള്ള മനുഷ്യർ ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി നിങ്ങൾ നിഷ്കളങ്കമായ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കും. നിങ്ങളുടെ തലയിൽ ഒത്തിരിയേറെ ബിസിനസ് ഇല്ല, കുരുട്ടുബുദ്ധികളില്ല, അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നിങ്ങളെന്നും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ക്രിസ്തുവിൻ്റെ രാജ്യം ലോകം എങ്ങും എത്താൻ, സുവിശേഷം എല്ലായിടത്തും എത്തുവാൻ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എത്രയും സ്നേഹമുള്ള ശാലോം പ്രേക്ഷകരെ, ഇവിടെ നിൽക്കുന്ന ഈ സഹോദരങ്ങൾ കടലിൻ്റെ മക്കളാണ്. അവരുടെ സാക്ഷ്യം എത്രയും മഹത്തരമാണ്. കലർപ്പില്ലാത്ത അവരുടെ ജീവിതം, അധ്വാനിക്കുന്ന മനസ്സുള്ള അവരുടെ ജീവിതം, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഈ സമൂഹത്തെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഈ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് യാചിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം നമ്മളെ കൈപിടിച്ചു നടത്തുമെന്ന് അവരുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമായല്ലോ. ആ ശക്തനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com